ഹായ് ഹലോ അസ്സലാമലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി സൂപ്പർ ടേസ്റ്റുള്ളൊരു മീൻ കറിയാണ്. നാടൻ രീതിയിലുള്ള മീൻ കറി, കുറുകിയ ചാറോട് കൂടിയ നല്ല ടേസ്റ്റുള്ള നല്ലൊരു മീൻ കറിയാണ്. പിന്നെ അയില വെച്ചാണ് ഞാൻ ഈ കറി ഉണ്ടാക്കിയിരിക്കുന്നത്. ഏത് മീൻ വേണമെങ്കിലും എടുക്കാം ഇങ്ങനത്തെ കറി ഉണ്ടാക്കാനായിട്ട്. പിന്നെ വലിയ മീനിൻ്റെ കഷ്ണങ്ങളൊക്കെ ആണെങ്കിലും ഇതേപോലെ ഉണ്ടാക്കാം. പിന്നെ ചെറിയ മീനുകളൊന്നും പറ്റൂല, അയിലയൊക്കെ എടുക്കാൻ പറ്റും. ഇതേപോലെ നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ്. ഈ ഒരു കറി ഉണ്ടെങ്കിൽ ചോറിന് വേറെ കറികളുടെ ഒന്നും ആവശ്യമില്ല, അത്രയ്ക്കും ടേസ്റ്റാണ് ഈ കറിക്ക്. നല്ലൊരു ടേസ്റ്റുള്ളൊരു കറിയാണ്. എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. ആ തേങ്ങയിലേക്ക് പിന്നെ 2-3 വെളുത്തുള്ളിയും 3-4 പിന്നെ ചെറിയ ഉള്ളിയും ഒരു 1/2 ടീസ്പൂൺ വലിയ ജീരകം, പെരുംജീരകവും ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം. നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. എന്നിട്ട് അതൊന്ന് മാറ്റി വെക്കണം അവിടെ. അതിനുശേഷം ഒരു ചട്ടി അടുപ്പിൽ വെച്ചിട്ട് അത് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. വെളിച്ചെണ്ണയാണ് ഒഴിക്കേണ്ടത്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പം ഒരു 1/4 ടീസ്പൂണോളം ഉലുവ ഇട്ട് കൊടുക്കണം. ഉലുവ അധികം വേണ്ട, കുറച്ചിട്ട് കൊടുത്താൽ മതി. 1/4 ടീസ്പൂണോളൊക്കെ ഇട്ട് കൊടുത്താൽ മതി. അത് ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഒരു പിടി ചുവന്നുള്ളിയും പിന്നെ ഒരു 3-4 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ പീസ് ഇഞ്ചിയുമാണ് ഇടേണ്ടത്. ഇഞ്ചിക്ക് പകരം ഞാൻ പിന്നെ ഇഞ്ചി പേസ്റ്റ് ഇട്ടേക്കണം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടാലും കുഴപ്പമില്ല. പിന്നെ ഒരു 4-5 പിന്നെ പച്ചമുളക് നടുവേ പിളർന്ന് ഇട്ടിട്ടുണ്ട്. കുറച്ച് വേപ്പിലയും ഇട്ടിട്ടുണ്ട്. പിന്നെ അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം, ഒന്ന് വഴറ്റിയെടുക്കണം. ഈ വെളിച്ചെണ്ണയിൽ കിടന്നൊന്ന് വഴറ്റിയെടുക്കണം. അതൊന്ന് വഴറ്റി വരുമ്പോൾ പിന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. അതിലേക്ക് 1 ടീസ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ വെളിച്ചെണ്ണയിൽ കിടന്ന് ഈ മസാലകളൊക്കെ ഒന്ന് മൂത്ത് വരണം. അതൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ആ സമയത്ത് അതിന് ശേഷം ഒരു തക്കാളി പിന്നെ നേരിയതായിട്ട് കട്ട് ചെയ്തിട്ട് അത് ഇട്ട് കൊടുക്കണം. പിന്നെ തക്കാളി ഒന്ന് നല്ലതുപോലെ വഴണ്ട് ഉടനൊന്നും വരണ്ട, ഒന്നും ഇങ്ങനെ ഒന്ന് വാടിക്കിട്ടിയാൽ മതി. അപ്പം അതിലേക്ക് ഞാൻ കുറച്ച് പുളി എടുത്തിട്ട് കുറച്ച് ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പുളി ഏത് പുളിയാണെങ്കിലും ഇടാം. നമ്മൾ ഏത് പുളിയാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ ആ പുളി ഇടാം. ഞാൻ ഓട്ടുപുളിയാണ് എടുത്തേക്കണത്. പിന്നെ മറ്റേ സാമ്പാർ പുളി, അങ്ങനെ എന്ത് പുളിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് വെച്ചാൽ ആ പുളി ഇട്ടാൽ മതി. ഇത് ഞാൻ കുറച്ച് ഓട്ടുപുളി കുറച്ച് ചൂടുവെള്ളത്തിലിട്ട് മെൽറ്റാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പിന്നെ കുറച്ച് ഉപ്പും ഇട്ട് അതിൻ്റെ കൂടെ തന്നെ 1 ഗ്ലാസ് ചൂടുവെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം. ചൂടുവെള്ളമാണ് ഒഴിക്കേണ്ടത്, പച്ചവെള്ളം ഒഴിക്കരുത്. ചൂടുവെള്ളവും കൂടെ ഒഴിച്ചിട്ട് അതൊന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അതൊന്ന് മൂടി വെച്ച് തിളപ്പിക്കുക. നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്താണ് മീൻ ഇട്ട് കൊടുക്കേണ്ടത്. അയില മീനാണ് ഞാൻ എടുത്തേക്കുന്നത്. അത് നന്നാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. മീൻ കഷ്ണങ്ങൾ അതിലേക്ക് ഇട്ട് കൊടുക്കണം. ഈ തിളച്ച് വരുന്ന ആ ചാറിലേക്ക് ഈ മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്ത് പിന്നെ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കരുത്, അത് പൊടിഞ്ഞ് പോകും. പിന്നെ ഒന്ന് കയ്യിലുകൊണ്ടൊന്ന് പതുക്കെ ഒന്ന് മിക്സ് ചെയ്താൽ മതി. അതെല്ലാം കൂടി ഇട്ട് പതുക്കെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇത് അടച്ച് വെച്ചിട്ടും പിന്നെ ഒന്നും കൂടെ ഒന്ന് വേവിച്ചെടുക്കണം. ഈ മീനൊന്ന് വെന്ത് വരണം. നല്ലൊരു ടേസ്റ്റുള്ളൊരു കറിയാണ്. ഈ കറി ഉണ്ടെങ്കിൽ എന്തോരം ചോറ് വേണമെങ്കിലും കഴിക്കാം, അത്രയ്ക്കും ടേസ്റ്റാണ് ഈ കറിക്ക്. ഇപ്പം മീനൊക്കെ ഇട്ട് നല്ലതുപോലെ തിളച്ച് ഒന്ന് വെന്തിട്ടുണ്ട്. പിന്നെ ആ സമയത്ത് നമ്മൾ ഇതിലേക്ക് ഈ അരപ്പ് ഒഴിച്ചു കൊടുക്കണം. തേങ്ങയൊക്കെ അരച്ച് വെച്ചേക്കണ അരപ്പുണ്ടല്ലോ, ആ അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് അതിൽ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് അത് കഴുകി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. പതുക്കെ ഇളക്കി കൊടുത്താൽ മതി, മീൻ ഉടഞ്ഞു പോകും. അതുകൊണ്ട് പതുക്കെ ഒന്ന് അത് മിക്സ് ചെയ്താൽ മതി. പിന്നെ കുറച്ചും കൂടെ വെള്ളം ഒഴിക്കണം. നമുക്ക് ഗ്രേവിക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിക്കാം, എന്നാൽ അധികം കൂടുതൽ വെള്ളം ഒഴിക്കരുത്, അപ്പോൾ നല്ല ലൂസായി പോകും. ചില കുറുകിയിരിക്കണമെങ്കിൽ ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. നമ്മൾ ചാറ് എന്തോരം വേണമെന്നത് അതനുസരിച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി.
അത് വെള്ളമൊഴിച്ചിട്ട് ഇതെല്ലാം കൂടെ പതുക്കെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതൊന്ന് മൂടി വെച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ നല്ലോണം ഇതെല്ലാം മിക്സ് ആയിട്ടുണ്ട്. ഇതൊന്ന് നല്ലോണം ഒന്ന് തിളക്കണം. അത് നല്ലതുപോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. ഇത് ഇഷ്ടപ്പെട്ടാൽ ഇതിൻ്റെ കമൻറ്റും കൂടി ഇടണം. ഇതെല്ലാം നല്ലതുപോലെ തിളച്ച് കുറുകിയൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഈ സമയത്ത് ഉപ്പും പുളിയൊക്കെ നോക്കാം. ഉപ്പും പുളിയൊക്കെ കുറവാണെങ്കിൽ കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം. ഞാൻ ഇട്ടത് കറക്റ്റാണ്. നല്ല ഉപ്പും പുളിയൊക്കെ ഉണ്ട് ഇതിന്. പിന്നെ നല്ല എരിവൊക്കെ ഉള്ളതാണ്. ഇത് തിളച്ചതിന് ഒന്നിപ്പോൾ ഇറക്കി വെക്കാം. തേങ്ങ ഒഴിച്ചിട്ട് അധികം നേരം തിളക്കേണ്ട ആവശ്യമില്ല. കുറച്ച് നേരം തിളച്ചാൽ മതി. മീനൊക്കെ വെന്തതായതുകൊണ്ട് കുറച്ച് നേരം തിളച്ചാൽ മതി. എന്നിട്ട് അത് ഇറക്കി വെക്കാം. ഇറക്കി വെച്ചിട്ട് അതിനൊരു വറവിടാനായിട്ട് ഒരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചതിന് ശേഷം കുറച്ച് ചുവന്നുള്ളി പിന്നെ കട്ട് ചെയ്തിട്ടുണ്ട്, ചെറുതായി കട്ട് ചെയ്തത്, അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അതൊന്ന് മുരിഞ്ഞ് വരുമ്പോൾ അതിലേക്ക് കുറച്ച് വേപ്പില ഇട്ട് കൊടുക്കണം. വേപ്പില ഒന്ന് മുരിഞ്ഞ് വരുമ്പോൾ തീ ഓഫ് ചെയ്യണം. ഓഫ് ചെയ്തതിന് ശേഷം ഒരു പിന്നെ 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. കാശ്മീരി മുളക് പൊടിയും കൂടി ഇട്ടിട്ട് ഈ ചട്ടിക്ക് ചൂടുള്ളതുകൊണ്ട് പിന്നെ തീൻ്റെ ആവശ്യമില്ല. ഗ്യാസ് ഓഫ് ചെയ്തിട്ട് വേണം ഈ മുളക് പൊടി ഇടാനായിട്ട്, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഈ മുളക് പൊടി ഇട്ടതിന് ശേഷം അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇതിൽ കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇത് മൂടി വെക്കണം. മൂടി വെച്ചതിന് ശേഷം പിന്നെ നമ്മളത് സെർവ് ചെയ്യാൻ നേരം മാത്രം തുറന്നിട്ട് പതുക്കെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. നല്ല സൂപ്പർ ടേസ്റ്റുള്ളൊരു മീൻ കറിയാണിത്. പിന്നെ ഇത് കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയും നല്ല രസവും ഉണ്ടാവും ഈ കറിക്ക്. ഇത് എടുക്കാൻ നേരം നമ്മൾ ചോറിനൊക്കെ എടുക്കാൻ നേരം മാത്രം കറി ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ ഈ അടച്ച് വെക്കുമ്പോൾ തന്നെ ഉള്ളിയുടെയൊക്കെ നല്ലൊരു മണം ഉണ്ടാവും അതിലേക്ക്. പിന്നെ അത് നല്ല കുറുകിയ ചാറോടുകൂടി നല്ല ടേസ്റ്റാണ്. ഇത് ചോറിൻ്റെ കൂടെ തന്നെയല്ല, ഇടിയപ്പത്തിൻ്റെ കൂടെ പിന്നെ പുട്ടിൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് ഇതിന്. നല്ലൊരു സൂപ്പർ ടേസ്റ്റുള്ളൊരു മീൻ കറിയാണ്. ഈ മീൻ കറി ഉണ്ടെങ്കിൽ വേറെ കറികളുടെ ഒന്നും ആവശ്യമില്ല. മീനൊന്നും ഉടഞ്ഞു പോയിട്ടില്ല, നല്ലതുപോലെ വെന്തിട്ടൊക്കെ ഉണ്ട് മീൻ. പിന്നെ ചാറൊക്കെ നല്ല കുറുകിയിരിക്കണേണ്. നല്ല ഉപ്പും പുളിയൊക്കെ പിടിച്ച നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ്. എല്ലാവരും ഇതുപോലെ ഇത് ഉണ്ടാക്കി നോക്കൂ കേട്ടോ.